ഹലോ ഹായ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡ് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ 5 മണിയാകുമ്പോഴേക്കും ഞാൻ വേഗം സൂര്യനെ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിച്ചു. 9 മണിയാവണ്ടേ, സമാധാനമില്ല. 6 പേരാണ്, വ്യത്യസ്ത രീതിയിലുള്ള 6 പേരാണ് ഇന്നലെ ഹൗസിനുള്ളിൽ കയറുന്നത്. അവർ കയറേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സൂര്യനെ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിപ്പിച്ചു. 9 മണിയായി, നമ്മൾ ബിഗ് ബോസ് കാണാതിരുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ, ലാലേട്ടൻ വന്നു. ലാലേട്ടൻ ഒരു സ്റ്റാർ ആയിട്ട്, തടിയൊക്കെ ഒന്ന് കുറച്ചൊന്ന് സുന്ദരനായിട്ട്, പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഒരു നല്ലൊരു ആങ്കറാണ് ലാലേട്ടൻ. എന്ത് കൊടുത്താലും ഏത് കൊടുത്താലും അത് മനോഹരമായി സംസാരിച്ച് നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റാവുന്ന ഒരു ഭയങ്കര ഒരു കഴിവുള്ള വലിയൊരു മഹാനായ വ്യക്തിയാണ് ഏത് വിഷയം പഠിച്ചെടുക്കാനായിട്ടും. അപ്പോൾ നമുക്ക് ഇന്നലെ ലാലേട്ടൻ വന്ന് കുടുംബങ്ങളെല്ലാവരും കണ്ടു. ഓരോരുത്തരും പലതും ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. പലരും അവിടെ പല തെമ്മാടിത്തരങ്ങളും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ചോദ്യം ചെയ്യണം എന്ന് വിചാരിച്ച് നേരിട്ട് ഹൗസിലേക്കാണ് പോയത്. ഹൗസിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്സര കയറി ഇറങ്ങി നിൽക്കും. അപ്പോൾ അപ്സര ഒരു ടീമുണ്ട്, 4 പേര് കൂടിയിട്ടുള്ളത്. ആ 4 പേരെ ടീമിനെ പുറത്ത് ഭയങ്കര അഭിപ്രായമാണ്. അത് പറഞ്ഞ് കേട്ടോട് കൂടിയിട്ട് അപ്സര നിലത്തൊന്നല്ല നിൽക്കുന്നത്, ബിഗ് ബോസിൻ്റെ സീലിങ്ങിൽ മുട്ടിയെന്ന് തോന്നുന്നുണ്ട്. അതങ്ങനെ ലാലേട്ടൻ പുറത്ത് ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെന്നോ പുറത്തുള്ളവർക്ക് അഭിപ്രായം ഉണ്ടെന്നോ ഒന്നും ഞങ്ങൾക്കൊന്നും അഭിപ്രായമില്ല എന്നും പറയാൻ പാടില്ല. അത് അവർക്ക് അഹങ്കാരം കൂടും. അപ്പോൾ അതിന് പറയാനുള്ള കാരണം വെച്ചാൽ, ഇനി നിങ്ങൾക്ക് പുതിയ അതിഥികൾ വരികയാണ്. അപ്പോൾ പുതിയ അതിഥികൾ വരുമ്പോൾ നിങ്ങളുടെ ഈ ടീമൊക്കെ പൊളിയും. നിങ്ങളുടെ ടീമൊക്കെ പൊളിഞ്ഞ് 4 കഷ്ണമാവും, പല പാർട്ടികളായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള നിലയിലാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം ഞാൻ ലാലേട്ടനോട് ചോദിക്കട്ടെ, ദയവീത് ലാലേട്ടൻ വരുന്ന ദിവസം ആ ജാസ്മിനെ കൊണ്ട് വായ തുറപ്പിക്കാതിരിക്കുക. അതിൻ്റെ വായ അടച്ചവിടെ ഇരുന്നോട്ടെ. ജാസ്മിൻ എന്ത് പറയുന്നു എന്ന് ചോദിക്കരുത്. ഇന്നലെ തന്നെ ലാലേട്ടൻ ചെയ്തു. ജാസ്മിൻ എന്ന് ചോദിച്ചു. അപ്പം ജാസ്മിൻ ആകെ പറയാനുള്ളത് എന്താ, ഗബ്രി പുരാണം, ഗബ്രീനെ പറ്റി പൊന്തിക്കുക. അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ എനിക്ക് ഇങ്ങനെ ഇതാണ്, അവനുണ്ടെങ്കിലാണ് എനിക്ക് പറ്റുള്ളൂ, മറ്റതാണ്. ഞാൻ പറഞ്ഞില്ലേ, കേട്ട് 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 മടുത്ത്. എന്നിട്ട് പിന്നെ ആ പുരാണം കുറേ നീണ്ടു പോകുന്ന പോലെ ലാലേട്ടൻ മതി 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 അവിടെ ഇരുന്നോളൂ. പിന്നെ അവർക്ക് വാണിംഗ് കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൈക്ക് ധരിക്കാണ്ട് 2 പേരും കൂടിയിട്ട് നിന്ന് ചെകിട്ടിൽ സ്വകാര്യം പറയുക. ആൾക്കാരെ ഇത് കാണുന്ന ആൾക്കാരെ ഊമ്പന്മാരാക്കുന്ന, ബിഗ് ബോസിനെ പൊട്ടനാക്കുന്ന ഒരു കളിയിൽ അവർ 2 പേരും കൂടി കളിക്കുന്നത്. മൈക്കൊക്കെ എടുത്തത് ഒരാളെയാ എന്തെങ്കിലും ഗെയിം കളിക്കുന്ന നേരത്ത് ചെകിട്ടിൽ വന്ന് പറയാം, നമ്മൾ കേൾക്കരുത്, മറ്റുള്ളവർ കേൾക്കരുത്. ഇങ്ങനെയുള്ള കളികളൊക്കെ, അതിനൊക്കെ വീണ്ടും 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 ഒരു താക്കീതുമില്ല, ഒന്നുമില്ല. ഇനി ഇത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടെണ്ണത്തിനെ പുറത്താക്കുക. അതൊക്കെ വെറുതെ പറയണതാ, ഉടായിപ്പ്. അപ്പം അതുകൊണ്ട് അവൾ എന്ത് തോന്നിയാസം ചെയ്താലും അതിന് കൊട പിടിക്കാനായിട്ട് ബിഗ് ബോസ്, ലാലേട്ടനെ ഞാൻ പറയില്ല, ലാലേട്ടൻ ആഴ്ചയിൽ ഒരു ദിവസം വന്ന ബിഗ് ബോസ് പറയണ കാര്യങ്ങൾ അതുപോലെ ഏറ്റു പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഇതിൻ്റെയൊക്കെ അധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഷോ ഡയറക്ടർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ലാലേട്ടനൊന്നും പറയാൻ പറ്റില്ല, ലാലേട്ടൻ അതേപോലെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പൊരിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാൻമണീനെയാണ്. ജാൻമണീനെ ലാലേട്ടൻ നെട്ടത്തും വലത്തും നിന്ന് പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ജാൻമണി പറഞ്ഞു, ഞാനങ്ങനെ ശാപവാക്കുകളൊന്നും പറയില്ല എന്ന് പറഞ്ഞോട് കൂടിയിട്ട് പഴയ ശാപവാക്കുകളുടെ ഒരു മാറാപ്പ് അങ്ങോട്ട് അഴിച്ചു. ഇവറ്റങ്ങളെ നമുക്ക് സ്നേഹിക്കാൻ കൊള്ളില്ല ഇങ്ങനെയുള്ള ആൾക്കാരെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ആണ് പെണ്ണായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ അർച്ചന ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട് നമ്മുടെ ഹിന്ദു പുരാണത്തിൽ. അപ്പോൾ പകുതി ആണും പകുതി പെണ്ണും. അപ്പോൾ ഈ രണ്ടിൻ്റെയും കൂടി സ്വഭാവമാണ് ഉണ്ടാവുക. നമ്മളിപ്പോൾ നോക്കിയാൽ ഒരു നാടൻ പട്ടിയും അതുപോലെ ഒരു പോമറിയൻ പട്ടിയും കൂടി ഒരുമിച്ച് ക്രോസ് ചെയ്തിട്ടുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ശൗര്യം കൂടും. അവർ ഒരാളെ ശൗര്യമല്ല കാണിക്കുക, 2 പേരെ ശൗര്യമാണ് നമ്മളെ നെഞ്ഞത്തേക്ക് കാണിക്കുക. അതേപോലെയാണ് ജാൻമണിയുടെ ശരിക്കും ജാൻമണിയുടെ വർത്തമാനം, ആളുടെ ഭാവങ്ങളും അതിൻ്റെതൊക്കെ വളരെ ക്രൂരഭാവങ്ങൾ. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും എന്ന് പറഞ്ഞാൽ പൈസ അവരെ നന്നാക്കാനോ പോയിട്ടും കാര്യമില്ല. അവരോട് ഇതൊന്നും പറഞ്ഞിട്ട് അവർക്ക് തലയിൽ ഏൽക്കില്ല. അപ്പോൾ അൻസിപ്പിയും മുടിയനൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത് അതൊന്നും ഏൽക്കില്ല. അവർക്ക് അവരുടേതായ ഒരു ലൈനുണ്ട്. പിന്നെ ഈ ജാൻമണിക്ക് കുറച്ച് പൈസയുണ്ട്, ഒരു സാരി സെൻ്ററൊക്കെ നടത്തുന്നുണ്ടല്ലോ കച്ചേരിപ്പടിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ബിസിനസ് ക്ലാസ്സിലാണ് ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്നത്. അത് ഇവളുടെ കാശിലെ പോക്കറ്റിലെ കാശെടുത്തിട്ടൊന്നുമല്ല. നടികളുടെ പ്രൈവറ്റ് മേക്കപ്പ് മാനാണ്, അവർ ബിസിനസ് ക്ലാസ്സിലാണ് പോകുള്ളൂ. അപ്പോൾ വിളി ആരും കയറ്റിയിരുത്തുന്നു മാത്രം. ഇവിടെ കയറ്റിയിരുത്താണ്ട് എക്കണോമിക്സും ക്ലാസ്സിൽ പോയി ഇരിക്കുന്നു പറയാൻ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനൊരു നഷ്ടം കണക്കാക്കില്ലായിരുന്നു. അപ്പോൾ അതിന് യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ ബിസിനസ് ക്ലാസ്സിൽ കൂടെ ഞാൻ പറന്ന് നടക്കുന്ന ആളാണ്, നിങ്ങളെ പോലെ ലോ ക്ലാസ് അല്ല. ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ വളരെ മോശം. അതുപോലെ തന്നെ ഒരാളിട്ട് ശപിക്കുക, നീ നശിച്ചു കൂടാ,
നിന്റെ പ്രൊഫഷൻ ഞാൻ കുത്തുവാള എടുക്കണം. ഇന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ പ്രസ് ക്ലബ്ബുകളിൽ ഞാൻ പോയിട്ട് നിങ്ങളെയൊക്കെ ഞാൻ നാറ്റിക്കൂടാ എന്നൊക്കെ പറയണതൊക്കെ അഹങ്കാരത്തിൻ്റെ എവിടെ നിന്ന് കിട്ടി ബിഗ് ബോസ് യോഗ സാധനങ്ങളൊക്കെ. ഇവരൊന്നും നമ്മളറിയണവരൊന്നല്ല, കുറച്ച് നടന്മാരെ അറിയുന്നതല്ലാണ്ട് ഇവിടെ വന്ന് ഇവരൊക്കെ സെലിബ്രിറ്റികളാക്കാനുള്ള കാരണം തന്നെ ബിഗ് ബോസാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അഹങ്കാരത്തിൻ്റെ ഭയങ്കര കൊടുമുടിയിൽ നിൽക്കുന്നവരായി മാറിയാണ് ഇവരൊക്കെ. ഇതിലും വലുത് ഇനി മോഹൻലാലിലും വലിയ ആൾക്കാരാന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഇരുന്നോട്ടെ, ആരും നോക്കണം. ഈ സീസൺ കഴിഞ്ഞ് 10 സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റും ഒരാൾ തിരിച്ചറിയും കൂടി ഇല്ല. നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങിയിരുന്നിട്ട് നമ്മൾ വളി കൂടിയില്ലേ, ഒരു പോളെങ്ങോട്ട് വരും, അത്രേ ഉള്ളൂ, ശബ്ദം കേൾക്കില്ല. അതുപോലെ ഉണ്ടയില്ലാത്ത വെടീന് അതൊക്കെ നമ്മൾ കുറേ കണ്ടതാ. എത്ര സീസൺ കണ്ടു, എന്തെല്ലാം ബഹളകൾ കണ്ടു. ഇതൊക്കെ കഴിഞ്ഞ് നേരം പരിശയായി പോകും. ഇപ്പോൾ കഴിഞ്ഞ സീസണിലുള്ള ഏതെങ്കിലും കൂതറകളെ നമ്മൾ ആലോചിക്കുന്നുണ്ടോ? പേരെന്നെ ഓർമ്മയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ആകെ ഈ റോബിൻ്റെ പേര് മാത്രം ഓർമ്മയില്ല. അതെന്താണ്? റോബിൻ്റെ പേര് ഓർക്കാൻ എന്താണ്? റോബിൻ അവിടെ ഒറ്റപ്പെടുത്തി. റോബിനെ എല്ലാവരും കൂടി വളഞ്ഞു കൂട്ടി ക്രൂശിച്ചു. അതിന് നമ്മൾ സമ്മതിക്കില്ല, ബിഗ് ബോസ് കാണുന്നവർ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും റോബിനെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു സ്ഥാനമുള്ളത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതും വിട്ട് കളയും. അതുപോലെ ഈ ബിഗ് ബോസിലുള്ള പല കാര്യങ്ങളും റോബിൻ പുറത്തു വന്ന് ഭംഗിയായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനാരും മുഖം നോക്കാനോ പേടിക്കാനോ നിൽക്കാത്ത ഒരാളാണ്. അത് നമുക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ ചെമ്മീൻ ചാടിയ എവിടം വരെ ചാടും? മുട്ടോളം ചാടും. പിന്നെ ചാടിയെങ്കിൽ ചട്ടിയിലാന്ന് പറഞ്ഞ പോലെ, പിന്നെ ചാടിയെങ്കിൽ തൂക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് ബിഗ് ബോസ് എടുത്ത് തോടിക്കളയും. അത്ര തന്നെ. അങ്ങനെ ഇവിടെ പൊരിക്കലും കരിക്കലും ഒക്കെ കഴിഞ്ഞ് അക്ഷരം മുട്ടി വായൽ പഴം വിഴുങ്ങി അവിടെ ഇരുന്നു. ഒരു രക്ഷയില്ല ലാലേട്ടൻ്റെ അടുത്ത്. ലാലേട്ടൻ എല്ലാത്തിനും അപ്പാപ്പ കൊട്ടിയിട്ട് അവിടെ ഇരുത്തി. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഈ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ മുടിയനായിട്ടുണ്ടായ പ്രശ്നങ്ങൾ ചോദിച്ചു. മുടിയനായിട്ട് ആകെ 1-2 പ്രശ്നം അവിടെ ഉണ്ടായിട്ടുള്ളൂ. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ശരണ്യായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതൊക്കെ ഒരു ചെറിയ തീർപ്പ് കൽപ്പിച്ചു. എല്ലാവരും അവിടെ ഇരുത്തി. പിന്നെ നമ്മൾക്ക് ഇനി വരാൻ പോണ പരസ്യം കഴിഞ്ഞിട്ട് ഇനി വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 6 മത്സരാർത്ഥികളെ 6 പുലികളെ അങ്ങോട്ട് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് വിടണ ഒരു സംഭവമാണ്. ഇപ്പം എന്താ അതിൻ്റെ ഉള്ളിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെല്ലാവരും സേഫ് സോണിൽ കളിക്കുന്നവരാണ്. അവർ കപ്പിനിക്ക് ഇനി ഇതിലും മേലെ കളിക്കാൻ ആര് വന്നാലും 1-2 ആൾക്കാർ വരും. അതുകൊണ്ട് നമ്മളെല്ലാവരും സേഫാണ്. ഇവിടെയുള്ളവരൊക്കെ ഒതുക്കാം എന്ന് വിചാരിച്ച് ഗബ്രിയും ജാസ്മിയും മറ്റുള്ള ആൾക്കാരൊക്കെ അവിടെ ഒരു തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ 6 പേര് ഒരുമിച്ച്, ഇതുപോലുള്ള 6 പേര് ഘടാഘടികന്മാരായ 6 പേര് വരുന്നൊന്നും ഇവർ ചിന്തിച്ചില്ല. ഇവർ കണ്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഗ്യാസ് പോയി. അതാണ് പറയാനുള്ളത് നമുക്ക്. ഇവരൊക്കെ ഈ വിചാരിച്ചിരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ബിഗ് ബോസ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവർ ചിന്തിച്ച് അവസാനിക്കുന്നിടത്ത് ബിഗ് ബോസ് ചിന്തിച്ച് തുടങ്ങും. അതാണ് ഇതിൻ്റെ ഒരു കാരണം. 6 പേര് വരുന്നു. ഇന്നവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുമില്ല 6 പേര് ഒരുമിച്ച് ബിഗ് ബോസിൽ വൈൽഡ് കാർഡായിട്ട് കയറുന്നത്. അതൊരു വലിയ സംഭവമാണ്. ഇവരാരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് ബിഗ് ബോസ് ഇന്നലെ ചെയ്തത്. അത് ആർക്കും ദഹിക്കുന്നതല്ല. പിന്നെ ജിൻഡോ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ അതിൻ്റെ ഉള്ളിൽ എനിക്ക് ആകെ ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ ജിൻഡോ മാത്രമേ ഉള്ളൂ. ആളൊരു പാവം മനുഷ്യനാണ്. അതുപോലെ തന്നെ സ്വന്തം അമ്മേനെ ദൈവത്തിന് തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തിന്, അതാണ് ആളുടെ മനസ്സ് കാണുന്നത്. അമ്മേനെ സ്നേഹിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊരു ശുദ്ധനാണ്. ആളൊരു ശുദ്ധൻ തന്നെയല്ല, ആളുടെ പല പ്രവർത്തികളും പുറത്തുള്ള ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് ഏറ്റവും വലിയ ഉദാഹരണം, കാലത്ത് പാട്ട് വയ്ക്കുമ്പോൾ മൂപ്പര് അവിടെ നിന്ന് കണ്ണാടയുടെ മുമ്പിൽ ഗോഷ്ഠി കാണിക്കുക, പാട്ട് പഠിച്ചിട്ട് അപ്സരയുടെ കൂടെ ഒന്ന് ഡാൻസ് കളിക്കുക, അങ്ങനെ ഒരുപാട് ഭയങ്കര ഇൻസ്റ്റൻറ്റുകൾ മൂപ്പർക്ക് നമ്മൾക്ക് ചിരിക്കാനായിട്ട് ഒരുപാട് തന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ജിൻഡോ. അതുപോലെ തന്നെ ഈ നിഷ്കളങ്കരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം സത്യങ്ങൾ വിളിച്ച് പറയും. സത്യം എപ്പോഴും നിരങ്ങിയേ വരുള്ളൂ, നുണ പറന്നു വരും എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ വിളിച്ച് പറയുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും. അപ്പോൾ ഒറ്റപ്പെടുത്തും. എല്ലാവരുടെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ഒരാൾ വിളിച്ച് പറയുമ്പോൾ അത് എനിക്ക് ദേഷ്യം വരും. അത് സ്വാഭാവികമാണ്. അങ്ങനെ പാവം ജിൻഡോ ഒരു നല്ല മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ, അദ്ദേഹം ആ വീട്ടിൽ ഒറ്റപ്പെട്ടു. ഇന്നലെ ലാലേട്ടൻ വിളിച്ച് ചോദിച്ചു, ജിൻഡോ നിനക്ക് കൂട്ടുകാരും കാര്യങ്ങളൊന്നും ഇല്ലേ? ഇല്ല ലാലേട്ടാ, ഞാൻ ഒറ്റയ്ക്കാണ്. എന്നെ ഇവിടെയുള്ളവരെല്ലാവരും ഒറ്റപ്പെടുത്തു പോകണം. ഞാൻ ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് എൻ്റെ. പക്ഷേ ഞാനതൊന്നും നോക്കില്ല, ഞാൻ എൻ്റെ കളികൾ കളിച്ചു പോകും. അങ്ങനെ ആയാൽ ശരിയാവും ജിൻഡോ. നമുക്ക് എവിടെ ചെന്നാലും 4 സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ വേണ്ടേ? നമുക്ക് ആരെങ്കിലുമൊക്കെ സുഹൃത്തുക്കളൊക്കെ വേണ്ടേ ജിൻഡോ എന്ന് ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞു, ലാലേട്ടാ ഇവിടെ ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. എല്ലാം പിന്നിൽ നിന്ന് കുത്തുന്നവരാണ്. അല്പമെങ്കിലും സ്വല്പം അടുപ്പുണ്ടാകുന്നത് ജാൻമണിയനാണ്. ഇപ്പോൾ ആ അടുപ്പം കാണാനില്ല. അവർ അൻസിബിയായിട്ട് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, അതും ഇപ്പോൾ കാണാനില്ല. ജിൻഡോ ആകെ ഒറ്റപ്പെടുത്തി എല്ലാവരും കൂടിയിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ സ്ട്രോങ് മത്സരാർത്ഥിയാണെന്ന് മനസ്സിലായപ്പോൾ ജിൻഡോനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണം. ജിൻഡോ ഇവിടെ നിൽക്കണ അവർക്കൊരു പാരയാണ്.
അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയുള്ളത് നമ്മുടെ ജാസ്മിനും ഗബ്രിയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒത്തുകൊണ്ട് ജിൻഡോനെ ഒറ്റപ്പെടുത്തുക. പക്ഷേ ജനങ്ങൾ ജിൻഡോനെ ഒറ്റപ്പെടുത്തില്ല. ജനങ്ങൾ എന്നും ജിൻഡോൻ്റെ ഒപ്പമാണ്. മത്സരാർത്ഥികൾ ആരാ അതിൻ്റെ ഉള്ളിൽ നല്ലത് കളിക്കുന്നു എന്നൊക്കെ അവർ കുറേ അവർ പറഞ്ഞു മണ്ടനാണ്, മരങ്ങോടനാണ്, മറ്റോണാണ്, മറിച്ചോണെന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പച്ച മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെല്ലാം ശുദ്ധഗതിയാണ്. ആ ശുദ്ധഗതിക്കാർക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലമല്ല ബിഗ് ബോസ്. അവിടെ ഉള്ളവർ മുഴുവൻ ദുഷ്ടന്മാരും ക്രൂരന്മാരും വക്രബുദ്ധിക്കാരും സെക്സിന് അടിമപ്പെട്ടവരും ഒക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ. ആ ഒരു കുടുംബമായിട്ട് ഒത്തുപോകണമെന്നെങ്കിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമുണ്ട്. അത് ജിൻഡോയ്ക്ക് അറിയില്ല. ജിൻഡോ പച്ച മനുഷ്യനാണല്ലോ. അപ്പോൾ അതിനാകെ ജിം എടുക്കണം, കാര്യങ്ങൾ എടുക്കണം. അതിൻ്റെ ഒരു പച്ച മനുഷ്യനായ കാരണമൊന്നും അതിൻ്റെ ഭാര്യ തന്നെ വേണ്ടെന്ന് വെച്ച് പോയത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ജിൻഡോ ആണ് നമ്മുടെ താരം. ഇനിയിപ്പോൾ ആരൊക്കെ വന്നു കഴിഞ്ഞാലും എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ജിൻഡോയുടെ സ്റ്റൈലിലെ കളിക്കുള്ളൂ. അതാണ് അങ്ങനെയാണ് നമ്മൾ ഫൈക്കല്ലാത്ത ആൾക്കാരെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. നന്നായി കളിക്കുകയും ചെയ്യും. മൂപ്പര് ആരോഗ്യം മറന്ന് മൂപ്പര് ഗെയിമൊക്കെ കളിക്കാറുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് കിടക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വിഷയത്തിൽ കിടക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ വന്നിട്ടുള്ള സംഭവങ്ങളാണ്. ആദ്യം വരുന്നത് നമ്മുടെ അഭിഷേകാണ്. നല്ല ഗെയിമറാണ്. നല്ലൊരു പ്ലാനിങ്ങും പുറത്തു നിന്നുള്ള പല പ്ലാനിങ്ങും കൊണ്ടൊക്കെയാണ് വന്നു നോക്കുന്നത്. എവിടെ അദ്ദേഹത്തിന് പിഴച്ചതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥിയുടെ കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ട്. ആ മത്സരാർത്ഥിയുടെ കഴുത്തിലൊരു മാല ഇടൂ എന്ന് പറഞ്ഞിട്ട് ഒരു മാല കൊടുക്കുന്നുണ്ട്. ആ മാല കൊണ്ട് ഇട്ടത് ആരെ കഴുത്തിൽ? അപ്സരയുടെ കഴുത്തിൽ. അപ്സരയുടെ കഴുത്തിൽ മാല ഇട്ടെങ്കിൽ അയാൾ ബിഗ് ബോസ് നേരെ ചുവ കണ്ടിട്ടില്ല. ഇവിടെ വന്നൊന്നില്ലെങ്കിൽ പകച്ചുണ്ടാവാം, അല്ലെങ്കിൽ ശരിയല്ലാന്ന് തോന്നിയിട്ടുണ്ടാവും. അതായിരിക്കും. അപ്സര ഒരു നല്ല ഗെയിമറല്ല. ഏതോ ഒരു ക്യാപ്റ്റനാവാൻ വേണ്ടിയിട്ട് ഏതോ ഒരു പ്ലാസ്റ്റിക് കൂടിൽ കിടന്ന് കുറേ നീന്തി വന്ന് ഒരു ഗെയിമിൽ ജയിച്ച് ഒരു ക്യാപ്റ്റനായ ആളാണ്. ആ ഗെയിമിൽ ശരിക്കും ജയിക്കേണ്ടത് സിജോ ആയിരുന്നു. സിജോയുടെ കവറ് പൊട്ടിയ കാരണമാണ് സിജോയ്ക്ക് ആ ചാൻസ് നഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ സിജോ അന്ന് ക്യാപ്റ്റനാവേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്സര ഒരു ഗെയിമറേ അല്ല. വെറുതെ കിടന്ന് ചിരിക്കാൻ മാത്രം നിന്ന് നടന്നുകൊണ്ട് കാര്യമില്ല. വെറുതെ ചിരിച്ച് അവിടെ ചിരിച്ച് ഇവിടെ ചിരിച്ച് ഞാൻ നല്ല ഗെയിമറാണെന്നുള്ളത് മറ്റുള്ള മത്സരാർത്ഥികളോട് പറയിപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ പറയിപ്പിച്ച് അത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ഉടായ്പിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിന് അപ്സര. അപ്പോൾ അവളുടെ കഴുത്തിൽ മാലിട്ടതിൽ നമുക്ക് യാതൊരു യോജിപ്പുമില്ല. അപ്പോൾ ഈ ഗെയിമർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അഭിലാഷ് പറഞ്ഞത് ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുന്ന ആരാന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അവൻ്റെ മനസ്സിലെന്താണെന്ന് അറിയാലോ. അവൻ്റെ മനസ്സ് ശുദ്ധമല്ല. ഈ അഭിഷേകിൻ്റെ മനസ്സ് ശുദ്ധമല്ല. കാരണം എന്താ വെച്ചാൽ ഒരു പാവം മനുഷ്യനെ ടാർഗറ്റ് ചെയ്യാൻ അവിടെ വരണം. അതിനേക്കാളും കള്ളന്മാരവിടെ ഇരിക്കുന്നില്ലേ? TV തുറന്ന് അപ്പം തൊട്ട് ഉടായ്പ് കാണിക്കുന്ന ആൾക്കാരവിടെ ഇരിക്കുന്നില്ലേ? പേരെടുത്ത് ഞാൻ പറയണം, നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഗബ്രി, ജാസ്മിൻ, ഇവരൊന്നും കണ്ടില്ല. ഈ പാവം മനുഷ്യനെ കണ്ടുള്ളൂ. ഇവനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ഇവൻ ഏത് രാജ്യത്താണ് വന്നത്? അപ്പോൾ അതൊക്കെ വളരെ മോശമാണ്. ഇനി ഇവനൊക്കെ ചെന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം കുടിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. പിന്നെ വന്ന് നമ്മുടെ തൃശ്ശൂകാരൻ സിബിനാണ്. ആളെ ഞാൻ എന്തായാലും അംഗീകരിച്ചു. ആളൊരു വെടിക്കെട്ട് സാധനമാണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ വന്നോട് കൂടിയിട്ട് തന്നെ പറഞ്ഞല്ലോ, ഇഷ്ടം അപ്സരേനെ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും അത് അവൻ്റെ ഒരു കളിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്സര വലിയ ഗെയിമറൊന്നല്ല. എന്നിരുന്നാലും അപ്സര ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ആവർത്തിക്കുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ. ടാർഗറ്റ് ചെയ്യുന്നത് ആരാണ്? ജാസ്മിനെ, ഗബ്രീനെ. അപ്പോൾ അതുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്ത അവരെ കൂടെ നമ്മൾ ഈ ബിഗ് ബോസ് കാണുന്ന കേരളം അവൻ്റെ പിന്നിലുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് കുഴലൂതാനോ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ പോവാത്ത ഒരാളാണ് നമ്മുടെ സിബിൻ എന്ന് മനസ്സിലായതുകൊണ്ട് നമുക്ക് മൂപ്പരെ ഇഷ്ടമാണ്. മൂപ്പരെ കളികൾ കാണാൻ നമ്മൾ കാത്തിരിക്കുന്നു. അത് നമുക്ക് നല്ലതാണ്. പിന്നെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂകാരി തന്നെയാണ്. 3 പേര് തൃശ്ശൂകാരാണ്. അതിൽ തൃശ്ശൂകാർ നന്ദന. അപ്പോൾ നന്ദന പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് ജാസ്മിനെ ടാർഗറ്റ് ചെയ്തിട്ട് വരുന്നതാണ്, ഗബ്രീനെ ടാർഗറ്റ് ചെയ്ത് വരികയാണ്. നമുക്ക് TV ഏറ്റവും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നു, വൃത്തികെട്ട രീതി കാണിക്കുന്നു. ജാസ്മിൻ ഡ്രസ്സ് ഊരി കാണിച്ചു കൊടുക്കണം. അത് കാണാനായിട്ട് ഗബ്രി നിൽക്കുന്നു. ഈ വക കളികളൊക്കെ ബിഗ് ബോസിൻ്റെ ഉള്ളിലല്ല കളിക്കേണ്ടത്. അതൊക്കെ പുറത്ത് കളിക്കുന്നത്. ഇതൊക്കെ വൃത്തികേടാണ്.
ഇതൊക്കെ നിർത്തിക്കും എന്നാണ് തൃശ്ശൂകാർ പറയുന്നത്. അപ്പോൾ തൃശ്ശൂകാർ ഇതൊക്കെ നിർത്തിച്ചാൽ നമുക്ക് നല്ലതാണ്. അല്ലാണ്ട് വേറെ വാചകം മാത്രമായിട്ട് ലാലേട്ടനോട് പറയുന്ന വാചകം ജനങ്ങളോട് പറയുന്ന വാചകമായിട്ട് മാത്രമായിട്ട് അവിടെ ചെന്ന് നിന്നാൽ അതിനുള്ള തിരിച്ചടി തൃശ്ശൂർകാരായാലും തിരുവനന്തപുരക്കാരായാലും പത്തനംതിട്ടക്കാരനായാലും അനുഭവിക്കും. അത് വേറെ കാര്യം. അപ്പോൾ ജാസ്മിനെ ടാർഗറ്റ് ചെയ്തിട്ട് അത് അതുപോലെ തന്നെ പോട്ടെ. അപ്പോൾ അത് നമുക്ക് ഒരു ഇവരൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പോണ ആൾക്കാർ ജനങ്ങളുടെ പ്രതിനിധികളാണ്. അവർ ജനങ്ങളുടെ പ്രതിനിധികളായിട്ട് വേണം അവരവിടെ ടാർഗറ്റ് ചെയ്യാൻ. പോരാത്തതിന് ഇപ്പം കയറി 6 പേരും ഇത്രയും ദിവസം കളി കണ്ട് ആ കളി മനസ്സിലാക്കി അവിടെ ചെന്ന് എങ്ങനെ കളിക്കും എന്ന് അവർക്ക് മനസ്സിലാക്കി ചെല്ലുന്നവരാണ്. അവർക്ക് അതുപോലെ കളിക്കാൻ പറ്റും. പുറത്തെ കാര്യങ്ങൾ പറയാണ്ട് വളരെ വിദഗ്ധമായി അതിൻ്റെ ഉള്ളിലുള്ളവരെ കൊടുക്കുക. അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ വന്നത് അഭിഷേക് ശ്രീകുമാർ. ഈ അഭിഷേക് ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്ന വഴിക്ക് വലിയ തള്ളലും കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് എല്ലാവരും കൂടി അടിച്ച് പുറത്താക്കി പിണ്ണം വെച്ചു. അങ്ങനെ ഒരു ബാഹ്യഗീതനാണ് ഞാൻ. എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായത്. ഞാൻ ചോദിക്കട്ടെ മിസ്റ്റർ അഭിഷേക് ശ്രീകുമാർ, താങ്കളൊരു നാറിയ. അതുകൊണ്ടാണ് തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തത്. തനിക്കൊക്കെ തോന്നുന്നുണ്ട് ഒരു ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഈ യൂട്യൂബൊക്കെ ഉണ്ടെങ്കിൽ തൊള്ള തോന്നിയതൊക്കെ എഴുതാം, തൊള്ള തോന്നിയതൊക്കെ വിളിച്ച് പറയാം, അതൊക്കെ സമൂഹത്തിന് വളരെ ഫലപ്രദമാണ് എന്നൊക്കെ താങ്കൾക്ക് തോന്നും. താങ്കൾ സകല വൃത്തികേടുകളും സകല ചെറ്റത്തരങ്ങളും താങ്കൾ എഴുതി വെച്ചിട്ടല്ലേ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അവരെ അക്കൗണ്ട് ക്ലോസ് ചെയ്തത്. ഇതൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാന്ന് പറഞ്ഞിട്ട് തൊള്ള തോന്നിയതൊന്നും എഴുതി വയ്ക്കാൻ പാടില്ല. അതൊക്കെ പല ആൾക്കാർക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണ്, അവർക്കൊരു കമ്മ്യൂണിറ്റി ഗൈഡൻസ് ഉണ്ട്. ആ ഗൈഡൻസ് വിട്ട് ആരെന്ത് കളിക്കുന്നോ അവർ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. യൂട്യൂബിലായാലും ഇപ്പം ഞാൻ തന്നെ ഇതിൽ അനാവശ്യങ്ങൾ വിളിച്ച് പറയുമോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക, രാജ്യദ്രോഹമായുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരെ അവർക്ക് വേണ്ട. അവർ എത്ര വലിയ ആൾക്കാരായാലും എത്ര വലിയ സെലിബ്രിറ്റിയായാലും അവർ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇവൻ എത്ര, ഈ അഭിഷേക് ശ്രീകുമാർ എത്ര നാറിയാണെന്ന് നോക്കിയേ, എത്ര നാരിത്തരം എഴുതിയിട്ടാണ് അവനെ ഈ ഇതിൽ നിന്ന് പുറത്താക്കിയെന്ന് നോക്കിയേ. അപ്പോൾ അത് വന്നിട്ട് ഇവിടെ വലിയ വീമ്പടിച്ചിട്ട് പറയാം എന്നെ അതിൽ നിന്ന് പുറത്താക്കി, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പുറത്താക്കി, എന്നെ സോഷ്യൽ മീഡിയ ഇതാക്കി, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ഇവരൊക്കെ ചെന്നിട്ട് എന്തൊക്കെ ആക്കും, എന്തൊക്കെ ചെയ്യും, അതേ നാരിത്തരങ്ങൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കാണിക്കുക എന്നൊന്നും നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാത്തിരുന്ന് കാണാനേ മാത്രമേ പറ്റുള്ളൂ. പൂജ പിന്നെ അടുത്തത് വന്ന് പൂജയും തൃശ്ശൂർകാരിയാണ്. അപ്പം പല ചാനലുകൾക്കും വേണ്ടി പല നടന്മാരെയും ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു ആളാണ്, ആങ്കറാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റർടൈൻമെൻ്റ് ഉണ്ട് എൻ്റെ വിഷയം. അവിടെ എൻ്റർടൈൻമെൻറ്റ് ഒരുപാട് കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ ചെന്ന് അവിടെ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആക്കും, എല്ലാവരും ചിരിപ്പിക്കും. ഇതിലും വലിയ ബഡായി പറഞ്ഞിട്ട് പോയ ആൾക്കാരൊക്കെ അവിടെ ഒരാളെ ചിരിപ്പിക്കുന്ന കണ്ടില്ല, എല്ലാവരും ദ്രോഹിക്കുന്ന കണ്ടുള്ളൂ. അപ്പോൾ ഈ ബഡായി ഒന്നും ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നടക്കില്ല. ചെന്ന് 2 ദിവസം കെട്ടിപ്പിടിച്ച് വർത്തമാനം പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കാണാം അവരൊക്കെ സ്വഭാവങ്ങൾ എന്താണ്. അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് നടക്കില്ല എന്നുള്ളത് ഇതിനു മുമ്പ് രതീഷ് തെളിയിച്ചതല്ല. അപ്പോൾ എടുത്ത് തോരിക്ക് അറിഞ്ഞു അതന്നെ. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ തേങ്ങ മാങ്ങാത്തൊലിയൊക്കെ കാണിക്കുന്ന വെച്ചാൽ നമുക്കിരുന്ന് കാണാം. പിന്നെ വരുന്ന ആളാണ് യൂട്യൂബിലെ നമ്മുടെ വീഡിയോ ചെയ്യുന്ന, നമ്മളെ പോലെയൊക്കെ വീഡിയോ ചെയ്യുന്ന നമ്മുടെ സായി കൃഷ്ണ, സീക്രട്ട് ഏജൻറ്റ്. എനിക്ക് ഇന്നലെ വന്നതിൽ ഏറ്റവും അധികം ദേഷ്യം സീക്രട്ട് ഏജൻറ്റിന്. അയാൾ വന്നിട്ട് എന്താ ചെയ്തത്? അയാൾ വന്നിട്ട് ഏറ്റവും നല്ല കളിക്കാരനെ ഒന്ന് മാലയിടാൻ പറഞ്ഞ് ലാലേട്ടൻ പറഞ്ഞപ്പോൾ ആ മാല കൊണ്ടിട്ടതാരാ? ലോകതണ്ടിക്ക് ഗബ്രിക്ക്. ഈ ബിഗ് ബോസ് കാണുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ മുഴുവൻ ഇവനെ പിടിച്ച് പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇത്രയും നാൾ കളി കണ്ടിട്ട് ഇത്രയും നാൾ വീഡിയോ ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഈ ഒരു വ്യക്തി കുറേ തല പപ്പരപ്പൊടിയാക്കി ഒരു വെള്ളം ഇതാക്കി വെച്ച് കാക്ക കുളിച്ചോ കൊക്കാവോ, എന്നിട്ട് വന്ന് നിന്ന് പറയണ വർത്താനുണ്ടാ? ഇവനൊക്കെ വിവരം എന്ന് പറയുന്നുണ്ടാ? തലയിൽ ആൾതാമസം ഉണ്ടാ? പുറത്ത് ഇത്രയും നാൾ കളി കണ്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്നിട്ട് മാലിട്ട് കൊടുക്കുന്നത് ആർക്കാണ്? ഗബ്രിക്ക്. അപ്പോൾ അതിൽ നമ്മൾ പലതും സംശയിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ എന്നൊരു മത്സരാർത്ഥി അവിടെ ഉണ്ടെന്ന് ഈ സായി കൃഷ്ണയ്ക്ക് അറിയില്ല. മറ്റുള്ളവരെ നെഞ്ഞത്തേക്കാണ് കയറുന്നത്. ഇവർ 2 പേരെയാണ് മൂപ്പർക്ക് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ്റെ കുടുംബമായിട്ട് സായി കൃഷ്ണയ്ക്ക് നല്ല ബന്ധം അവർ അങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഓശാന പാടാനോ ഇവർക്ക് കുഴലൂതാനോ വന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി അല്ല എന്നുള്ളത് തെളിയിക്കേണ്ടത് സായി കൃഷ്ണയുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ വന്നപ്പോൾ തന്നെ കുഴലൂതിയത് ആർക്കാണെന്ന് അറിയാലോ? ഗബ്രിക്ക്.
എന്നിട്ട് ഒരു സ്റ്റൈലൊക്കെ വരുമ്പോൾ ഒരു ദന്ത ഡോക്ടറാന്ന് പറയുന്നത് ഇതിലും ഭേദം പല്ല് പറിക്കാൻ പോവുക. അല്ലെങ്കിൽ ആൾക്കാർ ഇവിടെ നിങ്ങളെ പല്ല് അടിച്ച് പൊട്ടിച്ചിട്ട് നിങ്ങൾ കൽപ്പനി പല്ല് വയ്ക്കാൻ നടക്കേണ്ട വരും വേറെ ഡോക്ടറെ അടുത്തേക്ക്. അതേപോലെയുള്ള സ്വഭാവം ഇന്നലെ കാണിച്ചത് എച്ചിത്തരം എന്ന് പറയും. കേരള ജനത ആരെ കൂടെ നിൽക്കണ്? ആ ആളെ കൂടെ നിൽക്കുന്ന ആളെ മൂപ്പർക്ക് ഇഷ്ടം. ഇത്രയും നെഗറ്റീവായി നിൽക്കുന്ന ആളേന് മൂപ്പർക്ക് ഇഷ്ടം. അവിടെ കൊണ്ട് മാലിയിട്ടു. അപ്പോൾ അല്ല, എനിക്ക് ഈ സായി കൃഷ്ണൻ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തതാണ്. ഒരു വീഡിയോ നമ്മൾ ഒരാളെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് നമ്മൾ പറയുകയും ചെയ്തു. അത് പറഞ്ഞപ്പോൾ നമ്മളെടുത്ത് ട്രോളി നമ്മളെ ചാനലും ഇതിനെ കുറിച്ച് കുറേ അപവാദങ്ങളും പറഞ്ഞ് കുറേ ഇതും ചെയ്തിട്ട് മൂപ്പരൊരു 25 മിനിറ്റ് 10-20 മിനിറ്റ് മൂപ്പരൊരു വീഡിയോ ചെയ്തു എനിക്കെതിരെ. എനിക്കതിൽ യാതൊരു വിഷമമില്ല. കുറേ ആൾക്കാർ ചെയ്തു, അതിലൊന്നും നമുക്കൊരു വിഷമമില്ല. സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് പോയതിനെ വെച്ച് ഇനി ചെയ്യാത്ത ആൾക്കാരില്ലേ വീഡിയോ, അത് കുഴപ്പമില്ല, നമ്മളതിനൊന്നും റിയാക്ട് ചെയ്തില്ല. പക്ഷേ ഇദ്ദേഹം ചെയ്തത് ഇതിലൊന്നും എനിക്ക് വിഷമമില്ല, കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ ഒരു വൈരാഗ്യം കൊണ്ട് നമ്മൾ പറയുകയാണെന്ന് നിങ്ങൾ ആരും കരുതരുത്. നമുക്ക് ആർക്കും ആരോടും വൈരാഗ്യമൊന്നുമില്ല. പക്ഷെ ഇയാൾ ചെയ്തത് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞ് ഒരു സ്റ്റൈലിൽ അങ്ങോട്ട് വന്ന് മൂപ്പരെ വലിയൊരു സംഭവമാണെന്ന് മൂപ്പരെ വിചാരം. അപ്പോൾ ആ വിചാരം വെച്ചിട്ടാണ് മൂപ്പര് ഇന്നലെ കളിക്കാറിങ്ങി പോണത്. ഈ കളിയൊന്നും മൂപ്പര് അവിടെ ചെന്ന് നടക്കില്ല. മൂപ്പർക്ക് ഈ ഒരു ഓടാത്ത കാറിൽ മൂപ്പര് രണ്ടാളെയും പിടിച്ചിരുന്നിട്ട് മൂപ്പര് ഭയങ്കര നിലപാടുള്ള വ്യക്തിയാണെന്ന് പറയണത്. ഒരു നിലപാടും ഇല്ല എന്നുള്ളത് ഇന്നലെ വന്ന് കയറി വഴിക്ക് ലാലേൻ്റെ മുമ്പിൽ തന്നെ വെച്ച് തെളിയിച്ച വ്യക്തിയാണ് ഈ സായി കൃഷ്ണ. അത് നമുക്ക് പോകെ അറിയാം. ഈ മനുഷ്യൻ വന്ന് നോക്കണ് ആർക്കാണ് കുഴലും ഇതാണ്, ആർക്ക് ഓടക്കുഴൽ വിളിക്കാനാണ്, ആരെ വെള്ള പൂശി വെളുപ്പിക്കാനാണ്. ഇന്നലെ തന്നെ മൂപ്പര് ആ ഒരു മാലോണ്ട് ഗബ്രീനെ വെളുപ്പിക്കാൻ നോക്കി. ആരെ വെളുപ്പിക്കാനാണെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇന്നോട്ടുള്ള എപ്പിസോഡിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇയാൾ ഇത്രയും ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് സായി കൃഷ്ണയുടെ ഇത്. പുറത്ത് അയാൾക്ക് നിലപാടില്ല. പുറത്ത് തന്നെ ഇയാൾ നാട്ടിലുള്ളവരെ മുഴുവൻ പച്ചർച്ചി കാറിലിരുന്നിട്ട് തിന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആർക്കൊക്കെ വിഷമിക്കാനും ആർക്കൊക്കെ ദുഃഖം ഉണ്ടാവുമെന്ന് അവർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ മാത്രമേ. അപ്പോൾ ഇയാൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് യൂട്യൂബിൽ കിടന്നങ്ങോട്ട് വായടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നിലപാടുള്ള ആളാണ്, എല്ലാം ഭയങ്കരതാണ് എന്നൊക്കെ നമുക്ക് തോന്നും. അതൊന്നും ഇല്ലാത്ത ഇയാൾക്ക് തന്നെ എന്താണെന്ന് ഇയാൾക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ഇയാൾ ഇന്നലെ ലാലേൻ്റെ മുമ്പിൽ പെരുമാറിയത്. എന്തായാലും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയിട്ട് ജാൻമണിയുടെ ഇന്ന് നല്ലൊരു കൊട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളത്തലയാ ഇറങ്ങി പോടാ അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കിനി കാണാം. അപ്പോൾ ഈ കുറേ വെള്ളയും പെയിൻ്റ് അടിച്ച് കുറേ മേക്ക് ഓവറും ചെയ്ത് കഴിഞ്ഞാൽ വായിലെ നാക്കും കൂടി നന്നാവണം. അത് നന്നാവത്തോളം കാലം സായി കൃഷ്ണ എന്ന് പറഞ്ഞു. സായി കൃഷ്ണനെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കാം, എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പം അതേ സ്വഭാവം തന്നെ ഇവിടെയും വന്ന് കാണിക്കുന്നത്. ജാസ്മിന് എതിരായിട്ട് കുറച്ച് വീഡിയോകൾ ചെയ്തു. പോകേണ്ട നേരം ഇതിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ജാസ്മിനെതിരായിട്ട് ഒരൊറ്റ വീഡിയോ പോലും കാണാനില്ല മൂപ്പര പ്രൊഫൈലിൽ. അതെന്താണ്? ഇനിയിപ്പോൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം രഹസ്യമായിട്ട് അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്ത് ഇവിടെ സേഫാക്കാനുള്ള ഒരു ഉദ്ദേശം കൂടി ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് സായി കൃഷ്ണയുടെ മുഖത്ത് നമ്മുടെ എല്ലാ കണ്ണുകളും ഉണ്ടായിരിക്കണം. അയാൾ എന്തൊക്കെ അവിടെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണമെന്ന് പ്രേക്ഷകരെല്ലാവരും സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഇന്നലെ കുറച്ച് ചുള്ളന്മാരൊക്കെ കയറിയിട്ടുണ്ട്. ചുള്ളന്മാർക്കൊക്കെ കഷ്ടകാലമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജാസ്മിൻ ഉണ്ട്, ഒരു പ്രേമരോഗിയാണ്. അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് ഗബ്രീനെ ബോറടിച്ചിട്ടുണ്ടാവാം. ഇനിയിപ്പോൾ ആ ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ചുള്ളന്മാരൊക്കെ ചെല്ലുമ്പോൾ അവരായിരിക്കാം പിന്നെ ടാർജറ്റ്. ആഹാ, സുന്ദരന്മാർ വരാതിരിക്കണുള്ളൂ അല്ലേ ചെറുപ്പക്കാരും. അപ്പം നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ലാലേട്ടൻ പറഞ്ഞ പോലെ ഒന്ന് മാറ്റി പിടിക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവിടെ നിർത്തുന്നു. അധികം പറയണ്ട, ഇനി നമുക്ക് നാളെ പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇത്തിരി ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ടേ വരുള്ളൂ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.